Hello friends, welcome back to English time. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം 10 പാരഗ്രാഫ് ആയിട്ടുണ്ട്. അതിൽ നമ്മുടെ റാഞ്ചിഫോ പിടികിട്ടാനായി അവസാന ശ്രമവും നടത്തി അങ്ങനെ അവന് എന്നേക്കുമായി മുങ്ങിയ കാര്യമാണ് 10ാമത്തെ പാരഗ്രാഫ് വരെ എടുത്തത്. ഇനി 11ാമത്തെ പാരഗ്രാഫ്. I don't know how long I stayed like that, balancing in the life raft, holding out the oar. തുഴങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് ജീവൻ രക്ഷാ ചങ്ങാടം ബാലൻസ് ചെയ്ത് ഞാൻ എത്ര നേരം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. I kept searching the water, hoping that someone would surface soon. ആരെങ്കിലും വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. But the sea was clear, and the wind, getting stronger, blew against my shirt like howl of a dog. എന്നാൽ കടൽ വളരെ തെളിഞ്ഞതായിരുന്നു. ആ ശക്തിയേറിയ കാറ്റ് പട്ടി ഓരിയിടുന്ന ശബ്ദത്തിൽ എൻ്റെ ഷർട്ടിൽ തട്ടിക്കൊണ്ടിരുന്നു. The cargo had disappeared. ചരക്കുകളെല്ലാം അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. The mast growing more distinct proved that the small ship hadn't sunk, as I had first thought. ഞാൻ വ്യക്തമായി കണ്ട പായ്മരം മുഴുവൻ മുങ്ങിയെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചത് ശരിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. I felt calm. എൻ്റെ മനസ്സ് ശാന്തമായി. I thought that one of my mates had managed to reach the other life raft. എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് മറ്റേ ജീവൻ രക്ഷാ ചങ്ങാടത്തിൽ കയറാൻ സാധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതിൽ കിട്ടാത്ത വാക്കുകൾ സർഫേസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ഉപരിതലം, മുകളിൽ വരിക, അതിനാണ് സർഫേസ്. ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ, ഈസിലി സീൻ. ഇനി 12ാമത്തെ പാരഗ്രാഫ്. There was no reason they shouldn't have reached it. അവർ ചങ്ങാടത്തിൽ കയറില്ല എന്ന് വിചാരിക്കാൻ കാരണമൊന്നുമില്ല. The rafts weren't provisioned. ചങ്ങാടങ്ങളിലൊന്നും തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണ സാമഗ്രികൾ ഉണ്ടായിരുന്നില്ല. In fact, none of the life raft of the small ship was outfitted. വാസ്തവത്തിൽ ആ ചെറിയ കപ്പലിലെ ഒരു ജീവൻ രക്ഷാ ചങ്ങാടവും സുസജ്ജമായിരുന്നില്ല. അപ്പം സുസജ്ജമാവാത്ത രക്ഷാ ചങ്ങാടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. But there were 6 of them, apart from the rowboats and the wheelers. വള്ളങ്ങളും തിമിംഗല വേട്ടയ്ക്കുള്ള കപ്പലുകളും കൂടാതെ അവ 6 ഉണ്ടായിരുന്നു. It was reasonable to believe that some of my mates had reached the other life raft. എന്നെപ്പോലെ അവരും മറ്റു ചങ്ങാടങ്ങളിൽ കയറിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നത് ഇറ്റ് വാസ് റീസണബിൾ. അതെന്തായിരുന്നു? ഒരു യുക്തിസമായിരുന്നു. ചിന്തിക്കുന്നത് ഒരു യുക്തിപൂർവമുള്ള ഒരു സെൻസിബിളായ കാര്യമായിരുന്നു. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. വളരെ പെട്ടെന്ന് സൂര്യനെക്കുറിച്ച് ഞാൻ ബോധവാനായി. A medicine, hot and metallic, stupefied, not fully recovered. I looked at my watch. It was noon on the dot. അങ്ങനെ ആ മധ്യാഹ്ന സൂര്യൻ ചുട്ട് പഴുത്ത ലോഹം പോലെയായിരുന്നു. മന്ദീഭവിച്ച അവസ്ഥയിൽ നിന്നും പൂർണ്ണമോചനം ലഭിക്കാത്ത ആ അവസ്ഥയിൽ ഞാൻ വാച്ചിൽ നോക്കി. അങ്ങനെ ആ ഒരു പൂർണ്ണമോചനം ലഭിക്കാത്ത അവസ്ഥയിൽ ഞാൻ വാച്ചിൽ നോക്കി. അപ്പോൾ സമയം കൃത്യം 12 മണി, നട്ടുച്ചയായിരുന്നു. The last time Ranjifo had asked me the time on the small ship, it was 11:30.
13-ാമത്തെ പാരഗ്രാഫ്. ആ ചെറിയ കപ്പലിൽ വെച്ച് റാഞ്ചിഫ് അവസാനമായി എന്നോട് സമയം ചോദിച്ചപ്പോൾ അപ്പോൾ സമയം 11:30 ആയിരുന്നു. I had checked the time again and the disaster had not yet occurred. അന്നേരം ഞാൻ സമയം വീണ്ടും പരിശോധിച്ചിരുന്നു. അപ്പോഴൊന്നും അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല. When I looked at my watch on the life raft, it was exactly noon. അന്നേരം ഞാൻ വീണ്ടും സമയം പരിശോധിച്ചു. എന്നാൽ it had taken only 10 minutes for everything to happen for me to reach the life raft and trying to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. വീണ്ടും ഞാൻ ചങ്ങാടത്തിൽ വെച്ച് സമയം നോക്കിയിരുന്നു. അപകടം അന്നേരം നടന്നിട്ടില്ല. ആ സമയം നോക്കിയപ്പോഴും 12 മണിയായിരുന്നു. അങ്ങനെ ചങ്ങാടത്തിൽ കയറുകയും സഹപ്രവർത്തകരെ രക്ഷിക്കാൻ ശ്രമിക്കുകയും നിശ്ചലനായി ചങ്ങാടത്തിൽ നിൽക്കുകയും കടലിങ്ങനെ പരിശോധിക്കുകയും കാറ്റിൻ്റെ കാതടപ്പിക്കുന്ന ഓരിയിടൽ ശ്രദ്ധിക്കുകയും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ഇതെല്ലാം ഇതിനിടയിൽ നടന്നു. എല്ലാം 10 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു. I thought it would take them at least 2 or 3 hours to rescue me. എന്നെ രക്ഷപ്പെടുത്താനും അവർ കുറഞ്ഞത് 2-3 മണിക്കൂർ എടുക്കുമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഇനി 14-ാമത്തെ പാരഗ്രാഫ്. എക്സ്ട്രാ ഓർഡിനറി. ഈ പാരഗ്രാഫിലെ വാക്കർത്ഥങ്ങൾ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണമായ, പിന്നെ റിസൈൻ വൺസെൽഫ് ടു സംതിങ്. ഈ പാരഗ്രാഫിലുള്ള അർത്ഥം ഒന്ന് ഡിസാസ്റ്റർ അല്ലേ. 13-ാമത്തെ പാരഗ്രാഫിൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ അപകടം എന്നാണ് അർത്ഥം, ഡിസാസ്റ്റർ. ഇനി 14-ാമത്തെ പാരഗ്രാഫ്. 2 or 3 hours I calculated. 2-3 മണിക്കൂർ ഞാനിങ്ങനെ കണക്കാക്കി. It seemed an extraordinary long time to be alone at sea. കടലിൽ ഒറ്റയ്ക്ക് കഴിയേണ്ടി വരുന്ന ആ സമയം അസാധാരണമാം വിധം അത് ദൈർഘ്യമുള്ളതായിരുന്നു. അങ്ങനെ അസാധാരണമാം വിധം ദൈർഘ്യമുള്ളതായി എനിക്കിങ്ങനെ തോന്നി. ബട്ട് ഐ tried to resign myself to it. പക്ഷെ ഞാനത് സഹിക്കുവാൻ തന്നെ തീരുമാനിച്ചു. I had no food or water and by 3 in the afternoon I would surely have a searing thirst. ഭക്ഷണമോ വെള്ളമോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ 3 മണിയാകുമ്പോഴേക്ക് പൊള്ളുന്ന ദാഹം എനിക്കുണ്ടാവുകയും ചെയ്തു. The sun burned my head and my skin, which was dry and hardened by salt. എൻ്റെ തല അതിങ്ങനെ ഉപ്പ് പിടിച്ചു. കട്ടി കൂടിയ ശരീരവും വെയിലേറ്റ് പൊള്ളിക്കൊണ്ടിരുന്നു. I had lost my cap. എൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടു പോയതിനാൽ I splashed water on my head and I just sat on the side of the raft waiting to be rescued. അങ്ങനെ തൊപ്പി നഷ്ടപ്പെട്ടു പോയതിനാൽ ഞാൻ തലയിലേക്ക് വെള്ളം കോരിയൊഴിച്ചു. രക്ഷിക്കുവാനായി ആരെങ്കിലും വരുന്നതും പ്രതീക്ഷിച്ചു ചങ്ങാടത്തിൻ്റെ വശത്തിരുന്നു. It was only then that I felt the pain in my right knee. അപ്പോൾ മാത്രമാണ് എൻ്റെ വലത്തെ കാൽമുട്ടിലെ വേദന അറിഞ്ഞത്. The thick blue drill fabric of my trouser leg was wet, so I had a hard time rolling it up.
ട്രൗസറിൻ്റെ ആ തുണി അതിൻ്റെ കട്ടിയുള്ളതായതിനാൽ, അതിൻ്റെ തുണി നല്ല കട്ടിയുള്ളതായിരുന്നു ആയതിനാൽ അത് ചുരുട്ടി മുകളിലേക്ക് കയറ്റാൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. But when I did, I was startled. I saw a deep half-moon-shaped wound on the lower part of my knee. അങ്ങനെ ഞാൻ പ്രയാസപ്പെട്ട് ഞാനത് റോള് ചെയ്ത് മടക്കി കയറ്റിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം മുട്ടിനു താഴെ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ആഴത്തിലുള്ളൊരു മുറിവ് ഉണ്ടായിരുന്നു. I didn't know if I had gotten it on the side of the ship or if it had happened when I hit the water, for I didn't notice it until I was seated in the life raft. ജീവൻ രക്ഷാ ചങ്ങാടത്തിൽ കയറിയിരിക്കുന്നത് വരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മുറിവുണ്ടായത് കപ്പലിൻ്റെ വശത്തു തട്ടിയാണോ, ഞാൻ വെള്ളത്തിലേക്ക് ശക്തിയായി ഇടിച്ചു വീണപ്പോഴാണോ എന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagine. ഉപ്പുവെള്ളത്തിലായിരുന്നത് കൊണ്ടാകാം അല്പം നീറ്റലുണ്ടായിരുന്നുവെങ്കിലും അതിൻ്റെ ആ രക്തമൊലിക്കലൊക്കെ നിലക്കുകയും ജലാംശം ഒട്ടും തന്നെ ഇല്ലാതാവുകയും ചെയ്തിരുന്നു. ഈ പാരഗ്രാഫിൽ കിട്ടാത്ത വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന്, എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായ. സെറിങ് എന്ന് പറഞ്ഞാൽ സ്ക്രോച്ചിങ്, പൊള്ളിക്കുന്ന എന്നാണ് അർത്ഥം. സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ നനക്കുക, തലയിലേക്കൊക്കെ വെള്ളം പാരുന്നതിനാണ് നനക്കുക. ഈ പാഠത്തിലെ ലാസ്റ്റ് പാരഗ്രാഫാണ് ഇനി പറയാൻ പോകുന്നത്. Uncertain as to what to do, I decided to make an inventory of my belongings. എന്തു ചെയ്യണമെന്നറിയാതെ വന്നപ്പോൾ, എന്താ ചെയ്യാമെന്നറിയുന്നില്ല ആ സമയത്ത്, എൻ്റെ സാധനങ്ങൾ എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാൻ ഞാൻ തീരുമാനിച്ചു. I wanted to figure out what I could count on in my solitude at sea, which kept perfect time and which I could not stop glancing at every 2 or 3 minutes. കടലിൻ്റെ ആ ഏകാന്തതയിൽ എന്തെല്ലാം ഓർത്തെടുക്കാം. എപ്പോഴും എനിക്കിങ്ങനെ കൃത്യസമയം കാണിച്ചു കൊണ്ടിരുന്നതും 2-3 മിനിറ്റ് ഇടവിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതുമായ വാച്ച് ആദ്യമായി വിശ്വസിക്കാം. ഇതുകൂടാതെ, ഫസ്റ്റ് ഓഫ് ഓൾ, I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. ഇതിന് കൂടാതെ പിന്നെന്തുകൊണ്ടായിരുന്നു? In addition, I had my gold ring, which I had bought in Cartagena the year before, and the chain with medal of Virgin of Carmen on it, also purchased in Cartagena from another sailor for 35 paisa. അപ്പോൾ ആ വാച്ചിന് പുറമെയായിട്ട് കഴിഞ്ഞ വർഷം കാർട്ടാജീനയിൽ നിന്ന് വാങ്ങിയ സ്വർണ്ണമോതിരവും അവിടെ നിന്ന് തന്നെ മറ്റൊരു നാവികൻ്റെ കയ്യിൽ നിന്ന് 35 പൈസക്ക് വാങ്ങിയ കാർമേനിയിലെ വിശുദ്ധ രൂപത്തോടു കൂടിയിട്ടുള്ള മെഡല് തൂക്കിയ മാലയും എൻ്റെ പക്കലുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. In my pockets I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. ആ ചെറിയ കപ്പലിലെ ലോക്കറിൻ്റെ താക്കോലുകളും ജനുവരിയിലെ ഷോപ്പിങ്ങിന് വെളിയിൽ പോയപ്പോൾ മൊബൈലിലെ സ്ഥലത്തിൻ്റെ പേരാണ്, അവിടെ നിന്ന് ഒരു കടയിൽ നിന്നും 3 ബിസിനസ് കാർഡുകൾ മാത്രമായിരുന്നു എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത്. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു, ഐ read the cards over and over to distract myself until I was rescued. അങ്ങനെ
മറ്റൊന്നും ചെയ്യാനില്ലാതിരുന്നത് കൊണ്ട്, വേറൊരു പണിയുമില്ലാത്തത് കൊണ്ട് രക്ഷപ്പെടുന്നത് വരെ വിരസത ഒഴിവാക്കാൻ വേണ്ടി, മനസ്സിൻ്റെ ആ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി, ഈ ഒരു പ്രയാസത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് മനസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാർഡ് ഇങ്ങനെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടേയിരുന്നു. ഇതാണ് നമ്മുടെ പാഠം. അപ്പോൾ ഈ പാഠം നന്നായി വായിക്കുക, പഠിക്കുക, കിട്ടാത്ത വാക്കുകൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.